എല്ലാം കഴിഞ്ഞല്ലോ. ഇന്നും മിന്നുനെ കാണില്ലല്ലോ. രണ്ടാൾക്കും ഇത് എന്തു പറ്റി? ഹായ് പൂമ്പാറ്റ രാജകുമാരി. അയ്യോ പോവല്ലേ, ഞാനും കൂടെ വരുന്നു. ഹായ് നിറയെ പൂമ്പാറ്റകൾ. തുള്ളി മിന്നും ഇവരിവിടെ ആയിരുന്നല്ലേ. അമ്പട. അയ്യോ അത് സ്വപ്നായിരുന്നു. എന്ത് സ്വപ്നം കണ്ടേ? ചുറ്റും പൂമ്പാറ്റകൾ നൃത്തം ചെയ്യാ. അതിന്റെ നടുക്ക് നമ്മൾ 3 പേരും അങ്ങനെ നൃത്തം ചെയ്യുമ്പോഴാ നിങ്ങൾ വിളിക്കുന്നത്. പകൽ ഉറങ്ങാൻ പോയാലേ ഇങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ കാണും. പൂമ്പാറ്റകളെ കണ്ട് മതിയായിട്ടില്ലല്ലേ? എനിക്കൊരു വട്ടം കൂടി പൂമ്പാറ്റ കാണിച്ചു തരുമോ? ആ അമ്പടി, അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കണ്ട. വേഗം ഉറക്കച്ചടവൊക്കെ കളഞ്ഞേ. എന്നിട്ടേ നമുക്ക് തുള്ളിപ്പാടം പഠിക്കണ്ടേ? ഇപ്പ വേണോ? വേണം മടിച്ചി. ശരി, അപ്പൊ തുള്ളിപ്പാടം. ഖ കുടുംബത്തിലെ അക്ഷരങ്ങളെല്ലാം തീരാറായി. ഇന്ന് ഖ കുടുംബത്തിലെ അവസാനത്തെ ആളെ പരിചയപ്പെടാം. ആളുടെ പേരാണ് ഖം. ഇതെഴുതാൻ വളരെ എളുപ്പമാ. ആദ്യം ഖ എഴുതണം, ദാ ഇങ്ങനെ. പിന്നെ വലതുവശത്ത് ഒരു കൊച്ചു പൂജ്യവും. ഇതാണ് ഖം. നഖം എന്ന വാക്കിൽ ഖം ഉണ്ട്. ദാ നോക്കൂ, നഖം. മറ്റൊരു വാക്കാണ് മുഖം. ഖം വെച്ച് തുടങ്ങുന്ന വാക്കുകൾ കുറവാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കും ഒടുക്കവുമൊക്കെ ഖം കയറി വരുന്ന കുറേ വാക്കുകളുണ്ട്. അവയൊക്കെ കാണുമ്പോൾ ചങ്ങാതിമാർ ശ്രദ്ധിക്കുമല്ലേ? ഇനി ഖ കുടുംബത്തിൽ ഇതുവരെ പരിചയപ്പെട്ടവയൊക്കെ ഒന്നുകൂടെ കാണാം. ഇത് ഒന്നാമത്തെ ഖ. ഇതിൻ്റെ കൂടെ ആ ചിഹ്നം കൂടി ചേർത്തപ്പോൾ ഖ. പിന്നെ ഖി. ഇതാരാ? ഖി. ഇനി ഖു. പിന്നെയോ ഖു, കൃ, ഖേ, ഖേ, ഖൈ, ഖു, ഖോ, ഖൗ. പിന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഖം. ഇതാണ് ഖ കുടുംബം. ഇതൊന്നും മറക്കരുതേ. തുള്ളി. ഓയ് മിയ, ഓർക്കം തൂങ്ങൽ കഴിഞ്ഞോ? എന്താ ഇനി പൂമ്പാറ്റ കാണണോ? ആ വേണം. എന്നാലേ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നാളെ കുറെ പര്യായങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ പൂമ്പാറ്റയ്ക്ക് വേറെ എന്തൊക്കെ പേരുകളാണുള്ളത്? അത് ടീച്ചർ പറഞ്ഞു തന്നില്ല. ടീച്ചർ പറഞ്ഞു തരാഞ്ഞിട്ടൊന്നും അല്ല, ഓർക്കം തൂങ്ങിയിട്ടേ ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ടാ. തുള്ളി പറഞ്ഞു തരട്ടെ? അതിനു മുമ്പേ നമുക്ക് മിന്നുനറിയാമോന്ന് ചോദിക്കാം. മിന്നു ഉറങ്ങിയിട്ടില്ലല്ലോ. അയ്യോ എനിക്കറിഞ്ഞൂടാ. എന്നാലേ രണ്ടാൾക്കും വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ശലഭം, ചിത്രശലഭം, പിന്നെ പാപ്പാത്തി. പാപ്പാത്തിയോ? അങ്ങനെ ഒരു നല്ല പേര് കൂടി ഉണ്ട് ഇവർക്ക്. പൂമ്പാറ്റകളുടെ പ്രിയപ്പെട്ട ആഹാരം എന്താ? തേനല്ലേ. അവ പൂക്കളിൽ നിന്നാണ് തേൻ കുടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാലേ ചില പൂമ്പാറ്റകൾ പഴകിയ ഇറച്ചിയിലും വന്നിരിക്കാറുണ്ട്. അതെന്തിനാ? പഴകിയ ഇറച്ചിയുടെ നീരും പൂമ്പാറ്റകൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ്. അയ്യേ അറയ്ക്കുന്നു. മനുഷ്യരെ പോലെ അല്ല പൂമ്പാറ്റകൾ. മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട ചില ആഹാരങ്ങൾ പൂമ്പാറ്റകൾക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെ കരുതിയാ മതി. പൂമ്പാറ്റകൾക്ക് ഇങ്ങനെ ഭംഗിയുള്ള നിറം എങ്ങനെയാ കിട്ടിയത്? മിയക്ക് ഈ നിറം എങ്ങനെയാ കിട്ടിയത്? അത് ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയല്ലേ. അങ്ങനെ തന്നെയാ പൂമ്പാറ്റകൾക്കും. പിന്നെ പൂമ്പാറ്റകൾക്ക് ഇങ്ങനെ പല നിറങ്ങൾ കിട്ടിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതെന്താ? തുള്ളി. ശലഭങ്ങളെന്നും ചിത്രശലഭങ്ങളെന്നും ഒക്കെ നമ്മൾ പൂമ്പാറ്റകളെ വിളിക്കാറുണ്ട്. പക്ഷേ അവ തമ്മിൽ ചെറിയ മാറ്റമുണ്ട്. കാരണം ശലഭങ്ങൾ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകൾ മാത്രമല്ല. പിന്നെ പൂമ്പാറ്റകളെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നീ ഇതുവരെ എത്ര ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടാവും? അത് കുറേ കണ്ടിട്ടുണ്ട്.
മിന്നുവോ? കാക്കത്തുള്ള 1000. ആഹാ, മിന്നു പറഞ്ഞ ശരിയാ. ഈ ലോകത്ത് കാക്കത്തുള്ള 1000 പൂമ്പാറ്റകളുണ്ട്. പല നിറത്തിലുള്ള പല പല പൂമ്പാറ്റകൾ അല്ലേ? അതെ, പക്ഷെ അവയൊക്കെ പലതരക്കാരാണ്. പല തരക്കാരോ? നമ്മൾ പലതരം ആമകളെ കുറിച്ചും മരങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞില്ലേ? അതുപോലെ പലതരം പൂമ്പാറ്റകളുണ്ട്. അവയ്ക്കെല്ലാം കൂടി പറയുന്നൊരു പേരുണ്ട്. അതെന്താ? ശലഭങ്ങൾ. ഈ ശലഭങ്ങളും ചിത്രശലഭങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ശലഭങ്ങളെന്നും ചിത്രശലഭങ്ങളെന്നും ഒക്കെ നമ്മൾ പൂമ്പാറ്റകളെ വിളിക്കാറുണ്ട്. പക്ഷേ അവ തമ്മിൽ ചെറിയ മാറ്റമുണ്ട്. കാരണം ശലഭങ്ങൾ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകൾ മാത്രമല്ല, പിന്നെ തുമ്പികളും വരും. പൂമ്പാറ്റകളെയും തുമ്പികളെയും ഒക്കെ ചേർത്ത് ശലഭങ്ങൾ എന്ന് പറയും. പക്ഷേ ചിത്രശലഭങ്ങൾ എന്ന് വെച്ചാൽ പൂമ്പാറ്റകൾ മാത്രം. അപ്പോ പൂമ്പാറ്റകളും തുമ്പികളും ഒക്കെ ഒരേ കുടുംബക്കാരാണല്ലേ? അപ്പോ ഇനി മിയയ്ക്ക് പൂമ്പാറ്റകളെ കാണണോ തുമ്പിയെ കാണണോ? അത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരെയില്ല. തുള്ളി വാർത്തയ്ക്ക് സമയമായി. ഇന്ന് വാർത്ത വായിക്കുന്നില്ലേ? നമസ്കാരം. എല്ലാ ചങ്ങാതിമാർക്കും തുള്ളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴി കൂവാൻ കാരണമെന്താ? ചോദ്യം കേട്ട് ഞെട്ടിയോ? എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. ജപ്പാനിലെ 2 ഗവേഷകരാണ് ഇത് കണ്ടെത്തിയത്. ഉത്തരം പറയും മുമ്പ് അവർ ഇതിനായി എന്തു ചെയ്തെന്ന് പറയാം. 4 കോഴികളെ വീതം 3 ഗ്രൂപ്പുകളായി 3 മുറികളിൽ പൂട്ടിയിട്ടു. പുറത്തു നിന്നുള്ള വെളിച്ചവും ശബ്ദവും ഒന്നും ഉള്ളിൽ കടക്കാത്ത മുറികളിലായിരുന്നു അവ. എന്നിട്ട് 12 മണിക്കൂർ മുറികളിൽ പുറത്തെ പോലെ പകൽ വെളിച്ചവും പിന്നെ 12 മണിക്കൂർ ഇരുട്ടുമാക്കി വെച്ചു. ഇരുട്ട് കഴിഞ്ഞ് പകൽ വെളിച്ചം വരുന്നതിനും 2 മണിക്കൂർ മുമ്പേ കോഴികൾ കൃത്യമായി കൂവി. പിന്നെ 24 മണിക്കൂർ ഇരുട്ടും 24 മണിക്കൂർ വെളിച്ചവുമാക്കി വെച്ച് നോക്കി. അപ്പോഴും 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോഴികൾ കൃത്യമായി കൂവി. അങ്ങനെയാണ് നേരത്തെ ചോദ്യത്തിന് ഗവേഷകർ ഉത്തരം കണ്ടെത്തിയത്. ഉത്തരം എന്താണെന്നോ? കൃത്യമായ ഇടവേളകളിൽ കൂവുന്ന ശീലം ജന്മനാ തന്നെ കോഴികൾക്കുണ്ട്. അതല്ലാതെ കോഴികൾ കൂവുന്നത് സൂര്യൻ ഉദിക്കുന്നുണ്ടോ എന്ന് നോക്കിയൊന്നും അല്ല. ഇനി ഈ ഉത്തരം കണ്ടെത്തിയ ജപ്പാനിലെ ഗവേഷകരുടെ പേര് കൂടി പറയാം. പേരിത്തിരി കട്ടിയാണേ. സുയോഷി ഷിമുറയും തകാഷി യോഷിമുറയും. ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുകയാണേ. നമസ്കാരം. തുള്ളി. അല്ല, നീക്കിപ്പോ പൂമ്പാറ്റകളെ കാണണോ അതോ തുമ്പികളെ കാണണോ? അത് ഞാൻ സ്വപ്നം കണ്ടത് പൂമ്പാറ്റകളെ അല്ലേ. അപ്പൊ തുമ്പികളെ വേറെ ദിവസം കാണാല്ലേ? എന്നാ വരൂ, മിയ കണ്ട സ്വപ്നത്തിലേക്ക് നമുക്ക് പറന്നു പോകാം. തുള്ളി, ഈ പൂമ്പാറ്റകളുടെ കൂടൊക്കെ എവിടെയാ? പൂമ്പാറ്റകൾ അങ്ങനെ കൂടൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ അവ മുട്ടയിടുന്നത് വലിയ ഇലകളിലും ചെടികളിലുമൊക്കെയാണ്. മുട്ട വിരിഞ്ഞാണോ പൂമ്പാറ്റകളാകുന്നത്? മുട്ട വിരിഞ്ഞ ഉടനെ നമ്മൾ കാണുന്ന ഭംഗിയുള്ള പൂമ്പാറ്റ പുറത്തേക്ക് വരുന്നാണോ മിയ കരുതിയത്? എന്നാൽ അല്ലാട്ടോ. അതിനു മുൻപ് അവർ ചെറിയൊരു ജീവിയാകും. ആ സമയത്ത് അവരുടെ പേരെന്താണെന്ന് അറിയാലോ? കാറ്റർപില്ലർ. ശരിയാണ്. കാറ്റർപില്ലർ എന്ന പേരിന് മലയാളം പേരെന്താണെന്ന് അറിയാമോ? തുള്ളി വരയ്ക്ക് ശേഷം പറഞ്ഞുതരാട്ടോ. തുള്ളി വരയ്ക്ക് തുള്ളി തയ്യാർ. ഇന്നേ ഒരു എലിക്കുട്ടനെ വരച്ച് കാണിച്ചു തരാം. എങ്ങനെ എലിക്കുട്ടനെ വരയ്ക്കുക നോക്കിക്കോ. അതിന് ഇംഗ്ലീഷ് സ്മോൾ ലെറ്റർ കെ ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. കെ എങ്ങനെ എഴുതാ? ഇങ്ങനെയല്ലേ? ഇനി കെയുടെ ആദ്യം വരച്ച വരയുടെ മുകൾ ഭാഗത്തായി ഇങ്ങനൊരു ചെവി അടയാളം ഇടുക. ചെവിക്കകത്ത് ഇങ്ങനൊരു വരയും കൊടുക്കാം കേട്ടോ. പിന്നെ വരയ്ക്കുന്നത് ദാ
ഇങ്ങനെ. ഇനിതാ ഇങ്ങനെ വരച്ച്, പിന്നെ കാണുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നതെന്ന്? ഇങ്ങനെ. ഇനി താഴെ ദാ ഇങ്ങനെ. ഇത് കാലിന്റെ അടയാളമാണേ. ഇനിതാ കെയുടെ ഈ വരയിൽ നിന്ന് ഇങ്ങനെ വളച്ചു വരച്ചാൽ വയറായി. ഇനി ഒരു കൈ വരച്ചു കൊടുക്കാം. വാല് വേണ്ടേ? വാലും കൂടി വരച്ചപ്പോൾ ഇതൊരു ചുണ്ടലി ആയല്ലോ. ഒന്നുകൂടി വരച്ചു നോക്കാം. ദാ കെ എന്ന ലെറ്റർ എഴുതി കഴിഞ്ഞാൽ കെയുടെ ആദ്യം വരച്ച വരയുടെ പുറകിൽ ഒരു ചെവി അടയാളം. ചെവി അടയാളം വരച്ചു കഴിഞ്ഞാൽ പിന്നെതാ ഇങ്ങനെ 2 വരകൾ, കണ്ണ്, അവിടെ നിന്ന് നീളത്തിന് വരച്ചതാ മൂക്ക്, നേരെ താഴേക്ക് വന്ന കാല്, വയറ്, കയ്യ്, വാല്. ഇത്രയും വരച്ചാൽ ചുണ്ടലി റെഡി. മിയ, പൂമ്പാറ്റകളുടെ മുട്ട വിരിഞ്ഞാൽ കാറ്റർപില്ലർ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? കാറ്റർപില്ലറിന് മലയാളത്തിൽ എന്താ പറയാ അറിയോ? ലാർവകൾ. ലാർവകൾ കുറച്ചുകൂടി വലുതായാൽ പ്യൂപ്പകൾ എന്ന് പറയും. ഈ പ്യൂപ്പ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ഇലയുടെ അടിയിൽ മുത്ത് കോർത്തതുപോലെ ഉണ്ടാവും പ്യൂപ്പ കാണാൻ. ആ പ്യൂപ്പകളിൽ നിന്നാണ് ഭംഗിയുള്ള പൂമ്പാറ്റകൾ ഉണ്ടാകുന്നത്. അപ്പോ നമ്മൾ കാണുന്ന പൂമ്പാറ്റകളൊക്കെ മുൻപ് ലാർവകളും പ്യൂപ്പകളും ഒക്കെ ആയിരുന്നു അല്ലേ? ആ സമയത്തൊക്കെ അവ ഇലകളിൽ മയങ്ങി കിടക്കും. പിന്നെ പൂമ്പാറ്റകളാവുമ്പോഴാണ് പാറി പറക്കുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോണ പൂമ്പാറ്റകളും അങ്ങനെയാണോ? എല്ലാ പൂമ്പാറ്റകളും അങ്ങനെയാ. പൂമ്പാറ്റകളെ കാണും മുമ്പ് നമുക്കിന്ന് കടങ്കഥ പറയണ്ടേ? ാണോ? എന്തിനാ തുള്ളി വിളിച്ചെന്ന് മനസ്സിലായോ? കടങ്കഥക്കാ. ചോദ്യം ചോദിക്കട്ടെ? അകത്ത് നിന്ന് നോക്കിക്കാണും, കണ്ടതൊക്കെ ഉള്ളിൽ കാണും. അകത്ത് നിന്ന് നോക്കിക്കാണും, കണ്ടതൊക്കെ ഉള്ളിൽ കാണും. ഇത് ത്വൈബിന്റെ വീട്ടിലും ഉണ്ടാകും, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് വരികയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഈ കശി ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക. ഈ കശിയെ ഉപയോഗിക്കുമ്പോൾ ക്ലിക്ക് ക്ലിക്ക് എന്ന് ശബ്ദം കേൾക്കും. ക്യാമറ. ശരി ഉത്തരം. ആദ്യത്തെ സ്റ്റാർ സ്വന്തമായി. ഇനി അടുത്ത സ്റ്റാറിനുള്ള ചോദ്യം ചോദിക്കട്ടെ? ആദ്യത്തെ 2 അക്ഷരം ചേർന്നാൽ ആളുകൾ പേടിക്കും. പിന്നത്തെ 2 അക്ഷരം ചേർന്നാൽ മീനുകൾ പേടിക്കും. രണ്ടാമതൊരക്ഷരം ചേർന്നാൽ നല്ലൊരു പച്ചക്കറി. പച്ചക്കറി. ആദ്യത്തെ 2 അക്ഷരം ചേർന്നാൽ ആളുകളെല്ലാം പേടിച്ചു. പിന്നത്തെ 2 അക്ഷരം ചേർന്നാൽ മീനുകളാ പേടിക്കുക. പിന്നെ ഒരക്ഷരം കൂടെ ചേർന്നാൽ നല്ലൊരു പച്ചക്കറി. ക്ലൂ അല്ലേ ഈ പറഞ്ഞു തന്നോണ്ടിരിക്കണേ? മീനുകൾ എന്ത് കണ്ടാലാ പേടിക്കുക? അതെ, വല. വല വല ഓർത്തോളൂ. വല എന്നീ വാക്കിനകത്ത് ഉണ്ട്. ഒരു ക്ലൂ ഞാൻ തരാം. ആളുകൾ കണ്ടാൽ പേടിക്കുന്നത് പടയാണ്. പട കണ്ടാൽ ആൾക്കാർ പേടിക്കുക. പടവലങ്ങ. ശരി ഉത്തരം. അപ്പൊ 2 ചോദ്യങ്ങൾ ചോദിച്ചു. 2 ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയായി. 2 സ്റ്റാർ കിട്ടി. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഉരലുണ്ട്, ഉലക്കയുണ്ട്, മുറമുണ്ട്, തൂണൊന്നുണ്ട്. ആന. ശരി ഉത്തരം. പെട്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ 3 ചോദ്യം ചോദിച്ചു. 3 ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞു. ഒരു സമ്മാനം തേടി വരുന്നുണ്ട്. തുള്ളി എന്നും കാണണം കേട്ടോ. ഇപ്പൊ ഫോൺ വെക്കട്ടെ.
ടാറ്റാ. തുള്ളി. ഹായ്, എന്ത് രസാ. ഹായ്, എന്ത് ഭംഗി. എത്ര നിറല്ലേ. ഹായ് ഹായ് മിയ, ദേ നോക്ക്. ഹായ് ഹായ്. തുള്ളി. ഏയ് മിയ, ദാ താഴേക്ക് നോക്കിക്കേ. ഹായ്. നമുക്ക് അങ്ങോട്ട് പോകാം. പോകാം പോകാം. ഇന്നത്തെ കത്തയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും ഫർസീന PV ആണ്. തുള്ളിയെ ഒത്തിരി ഇഷ്ടമാണെന്നും തുള്ളിയിലെ എല്ലാ എപ്പിസോഡുകളും കാണാറുണ്ടെന്നും പറഞ്ഞാണ് കത്ത്. കൂടാതെ മിയയോടും മിന്നുവിനോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഫർസീന, ഇനിയും കത്തുകൾ അയക്കണേ. ഇനി ഇന്നത്തെ ചിത്രം കാണാം. ചിത്രം അയച്ചിരിക്കുന്നത് ആതിര മഹേഷ് ആണ്. നല്ല ഭംഗിയുള്ള ചിത്രമാണല്ലോ. ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കി. ആന, വീട്, സൂര്യൻ, പൂക്കൾ. ഹായ്, നല്ല ഭംഗിയുള്ള ചിത്രമാണേ. തുള്ളി. ഹായ്, എന്ത് രസാ. ഹായ്, എന്ത് ഭംഗി. എത്ര നിറല്ലേ. ഹായ് ഹായ് മിയ, ദേ നോക്ക്. ഹായ് ഹായ്. എത്ര സന്തോഷായി. ഒത്തിരി. മിന്നുനോ? ഒത്തിരി സന്തോഷായി. എന്നാൽ രണ്ടാളും ചങ്ങാതിമാരോട് സന്തോഷത്തോടെ ഒരു ബൈ പറഞ്ഞേ. ബൈ.